ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചധികം നാളായി ഒരു വ്ളോഗ് ഇട്ടിട്ട് വലിയ യാത്രകൾ പോകാനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയിലേക്ക് യാത്ര ചെയ്യാണ്. ഈ യാത്രയിൽ 9 പേരുണ്ട്. ആസ് യൂഷ്വൽ മനുളിയൻ, നിച്ചു, ലേഗു ചേച്ചി, മോൾട്ടി. ഇതൊക്കെ ഗോവയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ട്രിപ്പിന് മേടിച്ച സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ എഴുത്തിയുണ്ട്, അച്ചുണ്ട്, സുബിയേട്ടന് കുറച്ച് അപ്പുറത്ത് കയറും, കിച്ചുവേട്ടൻ ഓൾറെഡി വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ അച്ഛ അമ്മ ഇവർ രണ്ടുപേരും ഇല്ല. ഞങ്ങൾ പോയിട്ട് വരാം. പോയി വന്നിട്ട് വ്ളോഗ് കാണിച്ചു തരാം കേട്ടോ. ബൈ ബൈ. നമ്മൾ രാമേശ്വരം പോയില്ലേ, അതേ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഹംപിയിൽ പോകാൻ പോകുന്നത്. ഞങ്ങൾ 9 പേര്, ഒരൊറ്റ ഇന്നോവ. സോ സമയം എത്ര മണിയായി? 5:20. 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും 5:20 നമുക്ക് കളയാൻ സമയമില്ല. ഏകദേശം ഒരു 14 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ജേണി. അച്ഛാ, അച്ഛൻ കേൾക്കുന്നില്ല. അച്ഛാ, അച്ഛാ തിരിഞ്ഞു നോക്കൂ. ബൈ ബൈ. അപ്പൊ ഇനി സുബിയേട്ടനും കൂടെ കയറിയാൽ നമ്മൾ ഫുൾ പാക്ക് ആവും. അപ്പൊ അവസാനത്തെ ആള് എവിടെ? സുബിയേട്ടാ. അപ്പൊ സുബിയേട്ടനും കൂടെ ഫുൾ പാക്ക് ആയി. സുബിയേട്ടാ പോയിട്ട് വരാം. ബൈ ബൈ. ഇത് നമ്മുടെ ഒരു കസിനാണ് കേട്ടോ. മൂപ്പര് പട്ടിനായിട്ട് രാവിലെ നടക്കാറിങ്ങിയതാ. ബൈ ബൈ. ഇനി നിലമ്പൂർ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദാറ്റ്സ് ദ നെക്സ്റ്റ് പ്ലാൻ. സോ ഗൈസ്, നമ്മൾ നിലമ്പൂരിലെ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. യൂണിയൻ ഹോട്ടൽ, ചായ കുടിക്കാൻ. പക്ഷേ 10 മിനിറ്റിലെ ചായ ആവുമെന്നാണ് പറയണത്. വേറൊരു ഹോട്ടലിൽ കയറിയെങ്കിലും അതെ, നമ്മുടെ അവിടെയൊക്കെ 7:30 എല്ലായിടത്തും ചായ ആവും. പക്ഷെ ഇവിടെ നല്ല ഡിലേ ആണ്. നല്ല ചൂടുള്ള വാഴയിലയിലെ പുട്ട്. ഇതങ്ങ് ഒരു കുറ്റി അങ്ങ് കഴിക്കാം. നീച്ച് പുട്ട് കഴിക്കുമോ? ഒരു കുറ്റി പുട്ട് നീ കഴിക്കുമോ? അതാ ഏതാ? വെട്ട് കേക്ക് നമുക്ക് മേടിച്ചിട്ട് പോകുന്ന വഴിക്ക് കഴിക്കാം. ഇടിയപ്പം, സ്റ്റൂവും, മുട്ടക്കറിയിലെ കുറച്ച് ഉള്ളിയും, നിച്ചൂര് വീണ്ടും ഇടിയപ്പം, പിന്നെ പഞ്ചസാര, പാല്, അവിടെ വെള്ളയപ്പം, പിന്നെന്തൊക്കെയാണ്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുട്ട്, അച്ചുപുട്ട, പുട്ട്, മുട്ടക്കറി, ഇങ്ങനെ സംഭവ ബഹുലമാണ്. രാവിലെ തന്നെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ. രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി 8:15, ഒരു അരമണിക്കൂറിലധികം എടുത്തു. ഇനി നേരെ നാടുകാണി ചുരം കയറി നമ്മൾ മേലോട്ട് പോവാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ബാക്കിൽ ഞാൻ, നിച്ചു, അളിയൻ, മോൾട്ടി, സുബിയേട്ടൻ, അച്ചു, പൊന്നു. ആക്ച്വലി ഈ വണ്ടി ബക്കറ്റ് സീറ്റാണ്, പക്ഷേ നടുക്കൊരു സീറ്റ് വെച്ചു. ഇത് ചെറിയ സീറ്റാണ്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഫ്രണ്ടില് ലേഗു ചേച്ചി ആൻഡ് കിച്ചുവേട്ടൻ ഈസ് ഡ്രൈവിംഗ്. ചുരം കയറി തമിഴ്നാട്ടിലേക്ക് കടക്കാണ്. വെൽക്കം ടു ക്യൂൻ ഓഫ് ഹിൽസ്. റോഡിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം ഇതുവരെ? അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കിയപ്പോ നിർത്തി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു റോഡ് കേട്ടോ. കേരള ബോർഡർ കടന്നിട്ടല്ലേ അത്? കേരള ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ കേരളം വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡായിരിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ കുഴിയുണ്ട് കണ്ടോ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ ആനിമൽ ഉണ്ടോ നോക്കിട്ട് അനിച്ചോ. ആനേനെ നോക്കണം, പുലീനെ നോക്കണം, മാനിനെ നോക്കണം, എല്ലാത്തിനും നോക്കണം. ഓക്കെ, റെഡി? കിടിലൻ മുതലേ, അത് മുതലൊന്നല്ലട ചക്ക. കിടിലൻ റോഡും തിരക്ക് കുറവും. ഡ്രൈവർ മാറിയിട്ടോ. കിച്ചുവേട്ടൻ പുറകിലേക്ക് എത്തി, സുബിയേട്ടൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തി. റോഡ് അടിപൊളിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹമ്പിളുണ്ട്. നമുക്ക് അങ്ങോട്ട് പറന്നങ്ങോട്ട് പോകാൻ പറ്റൂല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മാൻ സ്പോട്ടഡ് ഇത് കണ്ടോ. ഇനി അങ്ങോട്ട് ഇഷ്ടംമാതിരി മാനുകളെ കാണാൻ പറ്റും. ബന്ദിപ്പൂര് അടുക്കുന്ന സമയത്ത് പുലീനെ കാണാൻ പറ്റുമോ? ബോർഡിലുണ്ടായിരുന്നു അല്ലേ, നോക്കിയിരുന്നു കേട്ടോ. പുലി, ആന. ഈ ആനിമൽ ക്രോസിംഗ് ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹമ്പ്. നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇടിച്ചിടില്ലേ. അപ്പം അതിൻ്റെ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് കൊടുത്തിട്ടുള്ളത്. എവിടെ ആനിമൽസ്? അതെ, നമ്മുടെ ആന. ആന കൃത്യമായിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. ആനകളെ സ്പോട്ട് ചെയ്ത് തുടങ്ങി. അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു വെച്ചു. ഇനി നോക്കിയിരുന്നോ കേട്ടോ, നോക്കിയിരുന്നോ. ഇപ്പൊ കാണാം.
ഗൈസ് ഒരു മലയണ്ണാൻ, നമ്മൾ ശബരിമലയിൽ നിന്ന് കണ്ടതാ മലയണ്ണാനെ, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ആ മരത്തിൻ്റെ അവിടെ ഒരു മലയണ്ണാനുണ്ട്, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ അധിക നേരം നിർത്താൻ പറ്റില്ല, സോ നമുക്ക് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകാം. പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടേ, നിർത്തരുത് എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. മലയണ്ണാനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നിർത്തിയതാ. മുതുമലൈ ടൈഗർ റിസർവിൽ നിന്നും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എക്സിറ്റ് ആയി. താങ്ക് യു, വിസിറ്റ് അഗെയിൻ മുതുമലൈ ടൈഗർ റിസർവ്. ചെക്കിംഗ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളെ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ ചെക്ക് ചെയ്യുന്നില്ല. അങ്ങനെ തമിഴ്നാട് കഴിഞ്ഞ് നമ്മളിതാ കർണാടകയിലേക്ക് കിടക്കുന്നു. വെൽക്കം ടു, ആരായി ഹോൺ അടിക്കണേ, വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല സൂര്യകാന്തി ഫാമിംഗ്. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്നും കൂടെ റിലാക്സ് ചെയ്തിട്ട് പോകാം. ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അഡൾട്ട്സിന് പെർ പേഴ്സൺ 20 റുപ്പീസാണ്. QR കോഡ് ഉണ്ട്, അതല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫാമിങ് ഫോട്ടോസിന് വേണ്ടി മാത്രമായിരിക്കുന്ന തോന്നുന്നത്, കാരണം കുറച്ചേ ഉള്ളൂ. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്കും കയറി 4-5 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. ഏത് എപ്പോഴെങ്കിലൊക്കെ അല്ലേ സൂര്യകാന്തിക്കിടയിലൂടെ നടക്കാനുള്ള അവസരം. നിച്ചു വാടാ, നിച്ചിനെ സൂര്യകാന്തി ഉമ്മ വെച്ചു. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം, വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗുണ്ടൽപേട്ടെന്നായിരിക്കും ചായയോ അല്ലെങ്കിൽ ലഞ്ചോ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത്. സോ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, പിരിയുന്നു. സംഭവം എന്തായാലും കളറാണ്, എല്ലാവരും ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. സോ നമ്മളും ഇറങ്ങി ഫോട്ടോ എടുത്തു. സുബേട്ടാ ചലിക്കാം. സോ ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച്. സമയം 12:45. കേരളീയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ തിരക്കൊന്നുമില്ല, എന്നാലും ഭക്ഷണമൊക്കെ ഉണ്ടെന്നാണ് അകത്ത് പോയി ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ബിരിയാണി മീൽസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ കഴിക്കാം. താലി മീൽസ് കിട്ടുമോ നോക്കട്ടെ. താലി മീൽസ് കിട്ടുകയാണെങ്കിൽ താലി മീൽസ് കഴിക്കാം. അത്യാവശ്യം വലിയ ഹോട്ടൽ കേട്ടോ, റിസപ്ഷനും പിന്നെ വലിയ ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ 7 മീൽസും പറഞ്ഞു. നിച്ചുവിനൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞു, വന്നിട്ടില്ല. പിന്നെ ഒരു ചിക്കൻ 65. അങ്ങനെ ഉണ്ടല്ലേ ആ മീൽസ്? നോർമൽ കേരള മീൽസ് ആണ്. കേരള ഫുഡ് ഉണ്ടെന്നാണല്ലോ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സോ കേരള മീൽസ്, ഒരു ഉപ്പേരി, ഒരു മസാലക്കറി, അച്ചാറ്, പപ്പടം, പിന്നെ മീൻകറി ഉണ്ട്, സാമ്പാറും ഉണ്ട്. സോ ലഞ്ച് ഡൺ. ഒരു മീൽസിന് 90 രൂപ. മീൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കണ്ടില്ലേ, ഒരു ഉപ്പേരി, ഒരു കറി, പക്ഷേ 90 രൂപ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞു 200 രൂപ. ഒരു ചിക്കൻ 65 ഫുള്ളിന് 580 റുപ്പീസ്. 9 പേർക്ക് ടോട്ടൽ 1450. ഹംപിയിലാണ് ഇന്ന് സ്റ്റേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നൊരു 8 മണിക്കൂർ ജേണി ഉണ്ട്, ഏകദേശം ഒരു 475 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ കർണാടകയിലെ ഏതോ ഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഗ്രാമമാണെങ്കിലും നല്ല അടിപൊളി റോഡാണ്. 2 സൈഡിലും ഫുൾ കൃഷി. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ 2 സൈഡിലും കൃഷി. അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ കിടക്കണ കണ്ടില്ലേ, അവിടെ കൃഷിയില്ല, പക്ഷേ പോകുന്ന വഴിക്ക് മുഴുവൻ കൃഷിയായിരുന്നു. ഇവിടെ ഒരു അരവിന്ദ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, അതിൻ്റെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ആ തൊട്ടടുത്തുള്ളതാണ് സ്കൂള്. നമുക്കൊരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാൽ. സമയം എത്ര മണിയായി അറിയോ? 4:40. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഇച്ചു ഗുഡ് മോർണിംഗ്. എന്തോ ഉറക്കമായിരുന്നു. വാ തുറന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഞാനും നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു 9 ചായ പറഞ്ഞിട്ട് ഇപ്പോൾ 15 മിനിറ്റായി, ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല പഴം തൂങ്ങി കിടക്കുന്നുണ്ടോ, പഴം. ഹൗസ് ദ കർണാടക ടീ? സക്കര കമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. പടാണാവോ? നല്ല മധുരമുണ്ട്. കുറുക്കിയ ചായനോ, നല്ല അതിന്റെ സൈസ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ചായ കുടിക്കട്ടെ ഗൈസ്. ഇത് നല്ല അടിപൊളി റോബസ്റ്റ് ആണ്, നല്ല ടേസ്റ്റുള്ള റോബസ്റ്റ്. എടുത്തില്ലേ നമ്മള്? എടുത്തോളൂ. ഒരു റോബസ്റ്റിന് 5 രൂപ. ചായക്ക് എത്രയാ പറഞ്ഞ? 10 അല്ലേ? ചായക്ക് 10 രൂപ. സോ നമുക്ക് ബാക്കി ദൂരം യാത്ര തുടങ്ങാം. പോവാ, നമുക്ക് പോവാ. പിടിച്ചോ, കമോൺ, ലെറ്റ്സ് ഗോ. അയ്യോ, ആഫ്റ്റർ 18 അവേഴ്സ്. ഇത് തന്നെ നിച്ചു, ഇത് തന്നെ. ആഫ്റ്റർ 18 അവേഴ്സ് നമ്മൾ ഇന്നത്തെ സ്റ്റേ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ വില്ല നമ്മൾ എടുത്തത്. വില്ലയുടെ ഉള്ളിലൊക്കെ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. എന്തായാലും സമയം ഇപ്പോൾ 11 മണിയായി. സോ ദിസ് ഈസ് അവർ വില്ല ഫോർ ടു നൈറ്റ്. ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ആൻഡ് പ്ലസ് ലിവിങ് ഏരിയ, രണ്ടും കൂടെ മിക്സ് ആണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഹൗസ് ദ ബാത്റൂം. ആളുണ്ട്, സോറി.
ആളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അടുത്ത റൂമുണ്ട്. ഇവിടെയും ഒരു 3 പേർക്ക് എടുക്കാം അല്ലേ? ഓ, ആ ബെഡ്റൂമിൻ്റെയും ഈ ബെഡ്റൂമിനും കൂടെ കോമൺ ബാത്റൂമാണ്. പിന്നെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്, അത് മേലെ. മേലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. യെസ്, ഹിയർ ഇറ്റ് ഈസ്. അതിനൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. കൂളല്ലേ? 12,000 രൂപയാണ് ഇതിന് നമുക്കൊരു നൈറ്റ് ചിലവായത്. ഇത് ഹംപിയിലേക്ക് ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം. നാളെ നമ്മൾക്ക് കൊട്ടവഞ്ചിയിലുള്ള ഒരു സംഭവമുണ്ട്, കൊറാക്കിൾ റൈഡ് എന്ന് പറയും. പിന്നെ ഒരു കുന്നിൻ്റെ മേലെന്ന് വെള്ളത്തിലേക്ക് ചാടുന്ന വേറൊരു സംഭവമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഹനുമാൻ ജനിച്ച സ്ഥലത്തേക്ക് നമുക്ക് കയറി പോകണം. ആഞ്ജനാദ്രി ഹില്ല് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു 575ഓളം സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേലെ എത്താൻ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാനുണ്ട്. മറ്റന്നാളായിരിക്കും നമ്മൾ വിരൂപക്ഷ ടെമ്പിൾ, വിത്താല ടെമ്പിൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാം. സോ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ, ബൈ. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഗുഡ് നൈറ്റ്. വെരി വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ 9 മണിയായി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നലെ താമസിച്ച വില്ലയാണിത്. ഫസ്റ്റ് ടാസ്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നിട്ട് നമ്മൾ നേരെ ഹംപിയുടെ പുറകുവശം, അതായത് ഹംപി എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യം, കൃഷ്ണദേവരായർ അദ്ദേഹത്തിൻ്റെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് ഹംപി. ഈ ഹംപിയുടെ നടുവിലൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്, അതാണ് തുംഗഭദ്ര. ഈ തുംഗഭദ്രയുടെ ഫ്രണ്ട് സൈഡിലാണ് ടെമ്പിൾസ്, വിരൂപക്ഷ ടെമ്പിൾ, വിത്താല ടെമ്പിൾ. വിത്താല ടെമ്പിളിലാണ് നമ്മുടെ സ്റ്റോൺ ചാരിയറ്റ്, മറ്റേ കല്ലിൻ്റെ രഥമുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പോകണം. പിന്നെ ലോട്ടസ് മഹൽ, ഇതൊക്കെ തുംഗഭദ്രയുടെ ഫ്രണ്ട് സൈഡിലാണ്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മിക്കവാറും നമ്മുടെ നാട്ടിൽ നിന്നടക്കം ഐവിക്കൊക്കെ പിള്ളേർ ബസ്സും വിളിച്ചിട്ട് നേരെ ഹംപിയിലേക്ക് വരും. അപ്പോൾ അവർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഈ ടെമ്പിൾസ് ആയിരിക്കും വിസിറ്റ് ചെയ്യുക, ഭയങ്കര റഷായിരിക്കും. അതുകൊണ്ട് തുംഗഭദ്രയുടെ പുറകിലത്തെ സൈഡ് അവിടെയാണ് ഹിപ്പി ഐലൻഡും. മോസ്റ്റ് ഹൈലൈറ്റഡ് സൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹനുമാൻ ഹള്ളി, ഹനുമാൻ ജനിച്ച സ്ഥലമാണ് ഹനുമാൻ ഹള്ളി. ഈ ഹനുമാൻ ഹള്ളിയിൽ ആഞ്ജനാദ്രി ഹില്ലുണ്ട്. ഈ ആഞ്ജനാദ്രി ഹില്ലാണ് 575 സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആഞ്ജനാദ്രി ഹില്ല് കയറണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം അല്ലേ? ഇതാണ് ഹൊസപ്പേട്ട് ജംഗ്ഷൻ. ഹൊസപ്പേട്ടിലാണ് നമ്മൾ വില്ല എടുത്തത്, കുറച്ച് ഉള്ളിൽ, 500 മീറ്റർ ഉള്ളിൽ. അവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഹൊസപ്പേട്ടിൽ തന്നെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഹംപിക്ക് അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സെർച്ച് ചെയ്യേണ്ടത് ഹൊസപ്പേട്ട് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹംപിയുടെ ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഇപ്പുറം. ഇനി ഇവിടെ നിന്നൊരു 40 മിനിറ്റ് ഉണ്ട് നമ്മുടെ ഹംപി സൈഡിലേക്ക്. ഹൊസപ്പേട്ടിൽ നിന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയ ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മസാല ദോശ ഇവിടെ തന്നു. ഇവിടെ എങ്ങനെയാണ് ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ മസാല വയ്ക്കും, പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ഒരു മുളകിൻ്റെ ചട്നി. പിള്ളേർക്ക് കഴിക്കാനും പറ്റില്ല. ഒരു പ്ലെയിൻ റോസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു ഗീ റോസ്റ്റ് ഇവിടെ തന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗീ റോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പ്ലെയിൻ റോസ്റ്റ് പറയാം, മസാല ദോശ വേണമെങ്കിൽ നിങ്ങൾ ഗീ റോസ്റ്റ് പറയാം. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. 9 പേർക്ക് 1200 രൂപ. എന്നാൽ വരൂ കയറൂ. ഇനി നമുക്ക് നേരെ ഹംപി സൈഡ് പിടിക്കാം. കയറിക്കോളൂ. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്താം. ഏതൊക്കെയോ വഴികളിലൂടെ പോയി അവസാനം ഞങ്ങൾ അത്യാവശ്യം നല്ല റോഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു 2-3 തവണ ഞങ്ങൾ കറങ്ങി കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം? ഇവിടുത്തെ വീടുകളുണ്ടല്ലോ, ടിപ്പിക്കൽ ഡിസൈനാണ്, ഒരു ബോക്സി ഡിസൈൻ. അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തനായ ഒരു വീട് കാണിച്ചു തരാം. ഇത് മാത്രമാണ് ഒരു വെറൈറ്റി ഡിസൈൻ കണ്ടത്, ബാക്കിയൊക്കെ കണ്ടോ, ഒക്കെ ഒരു ബോക്സി ഡിസൈൻ, ടിപ്പിക്കൽ ഡിസൈൻസ്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റിൽ നമ്മൾ എവിടെ എത്തും? കൊറാക്കിൾ റൈഡിൻ്റെ സ്ഥലത്തെത്തും. അങ്ങനെ നമ്മൾ ഹംപിയുടെ ഒരു പാർക്കിങ്ങിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് മുതലേ റൂയിൻസുകൾ കണ്ടു തുടങ്ങും കേട്ടോ, അവശിഷ്ടങ്ങൾ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ഇതുവഴിയൊക്കെ നമുക്ക് നാളെ കയറി പോകാനുള്ളതാണ്. സോ നല്ല വെയിലായതുകൊണ്ട് കുറച്ച് സൺസ്ക്രീൻ തേക്കാം. ഒരു വെയിലെന്ന് പറഞ്ഞാലേ ഗംഭീര വെയിലാണ്. എന്തായാലും തേച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റീവ് ഒന്നും അറിയില്ല, എന്നാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് തേക്കാം സൺസ്ക്രീൻ. അല്ലേ മോൾട്ടി? ഇത് തേച്ച് കഴിഞ്ഞാൽ ആക്കൊണ്ട് പൊന്തു. ഒരു എവിടെ നിന്ന് കിട്ടും ഇങ്ങനത്തെ എടുത്തിമേനല്ലേ? എടുക്കണ്ടല്ലോ. എന്താ സംശയം? നല്ല ക്യൂവിലാണ് ആൾക്കാർ ക്യൂവിലാണ്. ഞാൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത ആള്. ഒന്ന് നമുക്കൊരു ബ്യൂട്ടി പാർലർ ഇടാട്ടാ. ഇത് മാതങ്ക ഹില്ലാണ്, രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗംഭീര സ്ഥലമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യണില്ല, കാരണം ഗംഭീര തിരക്കാണ് ഇവിടെ. ഇന്ന് കൊറാക്കിൾ റൈഡ്, ഹിപ്പി ഐലൻഡ്, പിന്നെ
ആഞ്ജനേയൻ്റെ സ്ഥലം, ആഞ്ജനാദ്രി ഹില്ല്. ഇത്രയും സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ കൊറാക്കൽ റൈഡ് ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. പല സൈഡുകളിലായിട്ട് നമുക്ക് റൂയിൻസുകൾ കാണാം. എന്താ നിച്ചോ കറക്റ്റ് ഒരു ട്രാവലർ ലുക്ക് ഉണ്ടല്ലേ, വിത്ത് ഹംപിയുടെ മാപ്പ് ഗൈഡൊക്കെ ആയിട്ട്. ഏതാ ലുക്ക്? ആ എന്തിനാ സൈഡിൽ നോക്കിയ ബാക്ക് കാണാ? പോടാ. ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതൊരു മാർക്കറ്റായിരുന്നു പണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പഴവും പച്ചക്കറിയും വിൽക്കുന്ന മാർക്കറ്റല്ല, രത്നങ്ങളും സ്വർണങ്ങളും കുതിരയും ആനയും ഒക്കെ വിറ്റിരുന്ന ഒരു ഗംഭീര മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത്. ഒരു നില 2 നില ഉണ്ടായിരുന്നില്ല, 3-4 നില ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനൊക്കെ നടക്കുമ്പോൾ കാണാം കേട്ടോ, ഹംപി ടൂറിസം പോലീസ് സ്റ്റേഷൻ. പണ്ടത്തെ കച്ചവട കേന്ദ്രം അവർ ഒരു പോലീസ് സ്റ്റേഷനാക്കി മാറ്റി. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഗോപുരം നമുക്ക് ദൂരെ കാണാം. നമ്മൾ അങ്ങോട്ടല്ല, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ടാണ് കൊറാക്കൽ റൈഡ്. അപ്പോൾ വിരൂപാക്ഷ ടെമ്പിൾ നമുക്ക് നാളെ കാണാം. നമ്മുടെ അതേ നാട്ടിൽ കൂടെ, കേരളത്തിൽ കൂടെ നടക്കുന്ന പോലെ നല്ല ടാറിടാത്ത റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക. എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ടാണ് നടക്കുന്നത് എല്ലാവരും. ഇതൊക്കെ ഇവിടെ നിന്ന് മേടിച്ച തൊപ്പികളുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൊപ്പികളുണ്ട്. നല്ല ചൂടാണെങ്കിലും അത്യാവശ്യം കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇങ്ങനത്തെ തൊപ്പി മേടിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഒരു രക്ഷപ്പെടാം. തുംഗഭദ്ര നദിയുടെ ചെറിയൊരു കൈവരി നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് കൊറാക്കൽ റൈഡ് ഉള്ളത്. പക്ഷേ എവിടെ വെച്ചോട്ടാ? ഇവിടെ തന്നെയല്ലേ? അങ്ങ് ദൂരെ നമുക്ക് കൊട്ടവഞ്ചി കാണാം. ഒരു വെയിലത്ത് കൊട്ടവഞ്ചിയിൽ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും. എന്നാലും നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾക്കിതൊന്നും ഈ വെയിലൊന്നൊരു പ്രശ്നമല്ല. താഴെ പാകിയിരിക്കുന്ന കല്ലാണെങ്കിലും ഇവിടുത്തെ പാറകളിൽ നിന്ന് വെട്ടിയെടുത്ത സംഭവങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് കൊറാക്കൽ റൈഡിൻ്റെ അവിടേക്ക് പോകാൻ. നിൽക്കുന്നു നോക്കിയ ഓരോരോ കല്ല്. ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും സേഫ് ആണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നടന്നു പോകുന്നു. സൈഡിലായിട്ട് പേരയ്ക്ക, പിന്നെന്താ കുക്കുംബർ, സൈഡിലായിട്ട് പേരയ്ക്ക, കുക്കുംബർ, കടലകളൊക്കെ വിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും വേണ്ട, തിരിച്ചു വരുമ്പോൾ നോക്കാം. അരിനെല്ലിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട് ക്യാപ്പും സംഭവങ്ങളൊക്കെ. യെസ്, ഇവിടെയാണ് നമ്മുടെ കൊറാക്കൽ റൈഡിങ് സ്പോട്ട്. 1 hour 1000, അരമണിക്കൂറാണെങ്കിൽ 500 ഒരാൾക്ക്. ഒരാൾക്ക് 500? എന്ത് കത്തിയാണത്? 1 മണിക്കൂറാകുമ്പോ എവിടെയോ കൊണ്ടേ ഇറക്കും. എന്നിട്ട് സോ 500 പെർ ഹെഡ് രൂപയുടെ നമ്മൾ ഉറപ്പിച്ചു. എല്ലാവർക്കും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡിയല്ലേ? പോവല്ലേ? പിന്നല്ല, ഈ വെള്ളത്തിൽ നീർനായ ഉണ്ടെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. നമുക്ക് ഇതിലത്തെ മറ്റേ തുഴയണ ആൾ, നമ്മൾ ഒറ്റയ്ക്ക് തുഴയില്ല കേട്ടോ, നമ്മുടെ കൂടെ ഒരാളുണ്ടായിരിക്കും. തുഴയണ ആളോടൊന്നൂടെ ചോദിച്ചു നോക്കാം ഇതിൽ നീർനായ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ ചാക്ക് പോലത്തെ എന്തോ ഐറ്റമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വിശാലമായിട്ട് ഒറ്റ കൊട്ടവഞ്ചിയിൽ തന്നെ എല്ലാവർക്കും ഇരിക്കുക. അത് നല്ല കാര്യം. വിച്ചു കൈ പിടിക്കടാ, പലതുകാലം വെച്ച് കയറാം. ഇതാണ് നമ്മളുടെ ഡ്രൈവർ കേട്ടോ, ഡ്രൈവർ ബ്രോ. മുപ്പറൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കൊക്കക്കോളയുടെ സാധനമൊക്കെ. ചേട്ടൻ ഒറ്റയ്ക്ക് തള്ളാൻ പറ്റുന്നില്ല നമ്മുടെ വെയിറ്റ് കാരണം. ഒന്ന് പൊട്ടിറക്കി മാറാമെന്ന്. हाँ जरूर जरूर, वापस नहीं आएगा, उधर जाएगा. तू भी आओ. नहीं सर, हम नहीं आएंगे. तुम ड्राइविंग नहीं आता है. നമ്മളോട് തുഴയാൻ പറ്റുന്നു. അതെ, മൂപ്പരെ നമ്മളെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാ ഒറ്റയ്ക്ക് തുഴയുന്നുള്ളത്. ഭയ്യ ഏ പാനിമേ മറ്റേ സാധനം ഉണ്ടോ? നീർനായ ഹേ? ക്രോക്കോഡൈൽ ഉണ്ടെന്നാണ് പറയണത്. നീർനായല്ല, നീർനായയുടെ കന്നഡ മാലും വാട്ടർ ഡോഗ്. വാട്ടർ ഡോഗ്. ഈവനിങ്. ഓക്കെ. അപ്പോൾ വൈകിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ കയ്യും കാലൊക്കെ ഇട്ടിരുന്നാൽ നീർനായയുടെ കടി കിട്ടും. ഇപ്പോൾ മുതൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. അവിടെ ഇയർ ബാലൻസിന് പ്രോബ്ലം, അവിടെ പേടി, പലതും പറയുന്നുണ്ട്. നീന്തൽ അറിയാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ ബ്രോ. ഭൈ ആപ്കാ നാം? രവി. രവി ബ്രോ ഫുൾ ചില്ലാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ, സൂര്യൻ തലയ്ക്ക് മുകളിലുള്ളപ്പോഴാണ് നമ്മൾ
കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഒരു പൊസിഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചാരിയിരിക്കാം. ആഹാ, എന്താ രസം. വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ട്. പക്ഷെ വെള്ളത്തിൽ കൈ മുക്കാനേ ഒരു പേടി. മറ്റേ മുതലൊക്കെ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് ചെറിയൊരു പേടി. അല്ല കൈ തെറിച്ച വെള്ളം തെറിച്ച ഞാൻ വെള്ളത്തിന് തണുപ്പ് കാണിച്ചു കൊടുത്ത. കന്നഡ അറിയാം. ചേച്ചിക്കും അളിയനും കന്നഡ അറിയാം കേട്ടോ. ഇവർ രണ്ടുപേരും കർണാടകയിലെ ഹസനല്ലേ ചേച്ചി? ഹസനിൽ ആയുർവേദത്തിൽ MD പഠിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർക്ക് രണ്ടുപേർക്കും കന്നഡയിൽ നല്ല പിടിപാടാണ്. അതിൻ്റെ കുറച്ച് അഹങ്കാരമുണ്ട്. അതുകൊണ്ട് ഭയങ്കര സംസാരമാണ്. ഒരു ബാലൻസിങ് റോക്ക്, അതായത് ഒറ്റ കല്ല് ഒരു ചെറിയ സ്പോട്ടിൽ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ബാലൻസിങ് റോക്ക്. നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടേ വഞ്ചി തിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലി എന്ന് പറഞ്ഞാൽ അവിടെ, അപ്പൊ അക്കടെ വേണ്ട അവിടെ ദൂരെ. ഓക്കെ 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 ഓക്കെ. മെഡിറ്റേഷൻ റൂമാണ്. അപ്പോൾ നേരത്തെ ബ്രിഡ്ജ് ഇരുന്നു, ബ്രിഡ്ജ് ഇപ്പൊ പൊളിഞ്ഞു പോയിരുന്നു. അല്ല, ഇപ്പൊ കൊട്ടവഞ്ചിയിൽ പോയിട്ട് ആ സ്റ്റെപ്പ് കയറി മേലേക്ക് അങ്ങനെ അല്ലല്ല, മെഡിറ്റേഷൻ ഇവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഹിന്ദി മാലൂം है सर. उधर है देखो, मेडिटेशन टेंपल आने को जाने को ब्रिज है, ज्यादा पाने को ब्रिज टूट गया. वो ब्रिज पिलर इधर है देखो, कृष्णदेवराय काल में ब्रिज पिलर ब्रिज है. പണ്ട് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. वो പണ്ട് ब्रिज है सर. ഒരു മലയാളം പഠിച്ചു തുടങ്ങി. നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞ് നമ്മളെല്ലാവരും മലയാളം പഠിപ്പിക്കും. പണ്ട് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ പൊളിഞ്ഞു പോയ ബ്രിഡ്ജിന്റെ പില്ലേഴ്സാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഡാം ഉണ്ടാക്കിയിട്ട് വെള്ളം തടഞ്ഞു വെച്ചിട്ട് ഡാം ഒരു സമയത്തോട്ട് തുറന്നപ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഈ പാലം തകർന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. ഇതിൻ്റെ അടുത്തുള്ളത് നോക്കി പൂജാരി താമസിച്ചിരുന്ന സ്ഥലം അത്രേ. ഓ മൈ ഗോഡ്, പൂജാരിയുടെ താമസം. എന്താ ഡോണ്ട് സ്വിം ഇൻ ദ റിവർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. മൂപ്പര് നമ്മളെ കളിപ്പിക്കുക. ഇങ്ങനത്തെ ഒരു സംഭവത്തിന്റെ അവിടെ എത്തിയിട്ട് മൂപ്പര് അങ്ങോട്ട് കയറി നമ്മളെ ഫോട്ടോ എടുത്ത് തരാൻ. മൂപ്പര് കയറും ഇങ്ങോട്ട് ഇട്ടിട്ടേ മൂപ്പര് അവിടെ നിക്കുക, നമ്മളവിടെ തുഴഞ്ഞു പൊക്കോളാം. അല്ല പിന്നെ ബൈ ബൈ. സാക്കു എന്ന് പറഞ്ഞ പതുക്കെ മതിയെന്നാ. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തെ കൊറാക്കൽ റൈഡിന് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. ഈ കൊറാക്കൽ റൈഡിനോട് ചേർന്ന് തന്നെ 1-2 ടെമ്പിൾസ് ഉണ്ട്. കോദണ്ഡരാമ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പൂജകൾ നടക്കുന്നുണ്ട്. ആ പൂജയല്ല, അന്നദാനമാണ്. അന്നദാനമാണല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദേ ആ കാണുന്ന ആഞ്ജനാദ്രി ഹില്ലിലേക്ക് ഇങ്ങനെ കയറി മേലെ വരെ പോവാം. എന്നിട്ട് അവിടെ നിന്നൊരു സൺസെറ്റും കണ്ടിട്ട് തിരിച്ചു മടങ്ങാം. സോ ഇനി നമുക്ക് കുറച്ച് എനർജി കയറ്റാം. എനർജിയൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു. ഇനിയാണ് എനർജി വേണ്ടത് ആഞ്ജനാദ്രി കയറാൻ. അപ്പോൾ ഇവിടെ മീൽസ് എന്ന് പറഞ്ഞ ബൊഫേ സെറ്റപ്പാണ്. കാണിച്ചു തരാം. നോർമലിന് 200 രൂപ, മിനിക്ക് 100 രൂപ. നോർമൽ 200, മിനിക്ക് 100 രൂപ. നമ്മൾ 8 നോർമലും 1 മിനിയും മേടിച്ചിട്ടുണ്ട്. എനിക്ക് പ്ലേറ്റ് വന്നിട്ടില്ല, സോ പ്ലേറ്റിന് വെയിറ്റ് ചെയ്യാം. ചപ്പാത്തി, ചോറ്, അച്ചാറ്, 2 ഉപ്പേരി, 1 സ്വീറ്റ്, മോര്,
സാമ്പാർ, രസം. മെയിൻ മീലിന് 200 രൂപ, മിനി മീലിന് 100 രൂപ. നല്ല ഭക്ഷണമായിരുന്നേ. ഇവിടെ ഈ ഏരിയയിൽ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽസ് കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു നോട്ട് ചെയ്ത് വെച്ചോളൂ. ടെമ്പിളിൻ്റെ സൈഡാണ്. ഇതിൻ്റെ പേര് ഗ്രീൻ മാംഗോ ട്രീ ഹോട്ടൽ എന്നാണ് കേട്ടോ. കത്തിയാണോ എന്ന് ചോദിച്ചാൽ ഏരിയ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ, സോ കുറച്ച് കത്തിയുണ്ട്. ബട്ട് ആംബിയൻസിലാണെങ്കിലും ഫുഡാണെങ്കിലും നല്ല ഭക്ഷണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ കുറേ നേരമായി ആഞ്ജനാദ്രി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി നമുക്ക് നേരെ ആഞ്ജനാദ്രിക്ക് പോവാം. ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ട് ആഞ്ജനാദ്രിയിലേക്ക്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് ആഞ്ജനാദ്രി ഹില്ലിൽ. ദേ കാണുന്ന മല കണ്ടോ? അങ്ങനെ കയറി മേലേക്ക് എത്തണം. ഇതാണ് 575 സ്റ്റെപ്പുകൾ കൊണ്ട് നമ്മൾ കയറി തീർക്കാൻ പോകുന്നത്. ആർ യു റെഡി? യെസ്. റിയൽ സിറ്റിസൺ ഓഫ് കിഷ്കിന്ധയെ നമുക്ക് കാണിച്ചു തരാം. ഇവരാണ് നമ്മളിവിടുത്തെ ഗസ്റ്റാണ്. ഇവരാണല്ലോ കിങ്ഡം ഓഫ് വാനരാസ് ആണല്ലോ കിഷ്കിന്ധ. അപ്പോൾ അവരിവിടെ വിലസി നടക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ഗസ്റ്റും. സ്റ്റെപ്പുകളുടെ എണ്ണം കേട്ടപ്പോൾ തന്നെ താഴെ നിന്നിട്ട് സൺസെറ്റ് കണ്ടാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കയറാൻ തുടങ്ങിയിട്ടില്ല. അത് ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു കനാല് പോലെ ഒഴുകുന്നുണ്ട്. ചെരുപ്പ് വരണോ? ചെരുപ്പ് വയ്ക്കാനുള്ള സ്റ്റാൻഡും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓരോ പെയറിനാണ് റേറ്റ്. ഒരു പെയറിന് തിരക്ക്. ഒരു പെയറിന് 3 രൂപ. നമ്മൾ ചെരുപ്പൊക്കെ അവിടെ വെച്ചു. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഡയറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറും. സോ ഓരോരോ സ്റ്റെപ്പ് വീതം നമ്മൾ കയറി തുടങ്ങി. ഇനി 575 സ്റ്റെപ്പുകൾ. നല്ല അടിപൊളി സ്റ്റെപ്പാണ്. അതായത് കൊത്തിപ്പിടിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ക്ലൈമ്പിംഗ് ആണ്. കാരണം അത്രയും ഡിവോട്ടീസ് വരുന്ന സ്ഥലമായതുകൊണ്ടും നല്ല രീതിയിൽ ഗ്രില്ലൊക്കെ ഇട്ട്, ഇത് കുരങ്ങന്മാരകത്തേക്ക് വരാതിരിക്കാനൊക്കെ ആയിരിക്കണം ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ളത്. നല്ല ഗ്രില്ലൊക്കെ ഇട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശബരിമലയുടെ ഒരു മിനിയേച്ചർ രൂപം പോലെ തോന്നുന്നുണ്ടല്ലേ? ഗ്രില്ലൊക്കെ ഇട്ട് മേലെ ഇടയ്ക്ക് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ഓരോരോ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് 46, 47. ഇത് ലാൻഡിംഗ് ആണ്. ലാൻഡിങ് 29. വീണ്ടും സ്റ്റെപ്പ്. അങ്ങനെ ശ്രീരാമൻ്റെയും സീതയുടെയും ആഞ്ജനേയൻ്റെ അമ്മ അഞ്ജനാദേവിയുടെയും വിഗ്രഹങ്ങളാണ് മുകളിലുള്ളത്. എന്താ ഹലോ വരൂ. ഇത്ര പെട്ടെന്നോ? സ്റ്റെപ്പിൻ്റെ 84ാമത്തെ സ്റ്റെപ്പായിട്ടുള്ളൂ. സ്റ്റെപ്പിൻ്റെ അതിങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് കാണാൻ പറ്റും. പിന്നെ ലാൻഡിങ് 34, 35. എന്ത് വേണ്ടായിരുന്നു? സ്റ്റെപ്പിന്റെ എണ്ണം കാണുമ്പോഴേ ബാക്കിയുള്ളതാണ് ആലോചന. അത് വലിയ ടാസ്ക് ഒന്നുമില്ല, ഈസിയാ. കുറച്ച് പേര് വയ്യാതാകുമ്പോൾ ബാക്കി എല്ലാവർക്കും നിൽക്കേണ്ടി വരും. നേരോ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കുരങ്ങന്മാരെ വരുന്നൊക്കെ ഒന്നും കാണാനില്ല കേട്ടോ. ഇവിടെ ഫെൻസ് ചെയ്തുകൊണ്ടതായിരിക്കണം കുരങ്ങന്മാർ ഉള്ളിലേക്ക് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സും കൂടെ ഇല്ലാതെയാവും, ഫുൾ ഓപ്പൺ ആവും. കുറച്ചും കൂടെ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലം വീണ്ടും നെക്സ്റ്റ് രണ്ടാമത്തെ ഇരിക്കാനുള്ള സ്ഥലം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റൂഫ് ഇല്ല കേട്ടോ. ഇനി ഫുൾ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈവേർഷൻ. നല്ല അടിപൊളിയായിട്ടൊരു ഏരിയൽ വ്യൂ കാണാം. ഇവിടുത്തെ മലകൾ നമ്മുടെ നാട്ടിലെ മല പോലെ ഒറ്റ കല്ലുകളല്ലേ നമ്മുടെ നാട്ടിലൊക്കെ മല. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ എവിടെയെങ്കിലും ക്രാക്ക് ആയാലായി അങ്ങനെയല്ലേ. പക്ഷേ ഇവിടെയുള്ള മലകൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഓരോരോ കല്ലുകൾ പറക്കി വെച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ മല പോലെ ഉണ്ട് ഇവിടുത്തെ മലകൾ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഭൂപ്രകൃതിയിൽ കാണുന്ന ഹംപി അടങ്ങുന്ന ഈ സ്ഥലത്ത് കാണപ്പെടുന്ന കല്ലുകൾ എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ഉറപ്പില്ല പറഞ്ഞാൽ ക്രാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് റൗണ്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ, ഇത് കുറേ കാലങ്ങളായിട്ട് സംഭവിക്കുന്ന ഓരോ പ്രതിഭാസങ്ങളാണ് കേട്ടോ. അങ്ങനെ റൗണ്ടായിട്ട് മാറിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ സ്റ്റെപ്പ് 261. ഇനി എത്ര ഉണ്ട്? ഇനി കണക്കൊന്നും മനസ്സിലാവണില്ല. 575, 260 കുറച്ച് എത്രയാ? ശ്വാസം കിട്ടാത്തതുകൊണ്ടേ കണക്കൊന്നും കൂടെ ശരിയാവുന്നില്ല. അതൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടാണ് പല ഡിവോട്ടീസും കയറി പോകുന്നത്.
നല്ല തണുപ്പില്ലേ അല്ലേ? ഈ പാറയുടെ ജയ് ശ്രീറാം വിളിയാണ് ഇവിടെ, ജയ് ശ്രീറാം വിളി. ഈ പാറയുടെ അടുത്ത് കൂടെ നടക്കുന്നത് കൊണ്ട് നല്ല തണുപ്പ് കിട്ടോ. ഓ ശരിക്കും AC-യിൽ നടന്നു പോകുന്ന പോലെ ഉണ്ട് കണ്ടോ. അങ്ങനെ പാറയുടെ ചുറ്റുകൂടിയാണ്, പാറയുടെ അടുത്ത് കൂടിയാണ് നമ്മൾ നടന്നു വരുന്നത്. നല്ല തണുപ്പത് കാരണം ഇത് തകർത്തു. ഇത് 1.5 കയറ്റായിട്ടുണ്ട് എന്തായാലും. നമ്മളിപ്പോൾ എത്ര സ്റ്റെപ്പായിന്നറിയോ? ഇവിടെ മൾട്ടി സ്റ്റെപ്പ് 406ാമത്തെ സ്റ്റെപ്പ് എത്തിയേ. അയ്യോ, ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ഓരോരോ വഴികളുണ്ട്. അത് തകർത്തു. കുനിഞ്ഞല്ലാതെ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റൂല, തലമുട്ടും. ഇതെന്താ ഡസ്റ്റ്ബിന്നാണോ? യെസ്, ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടോ. ഇതേ കാണുന്നു നമ്മുടെ ഹനുമാന്റെ ഫ്ലാഗ്. ഏറ്റവും ആദ്യം എത്തിയ 2 പേരതാ അവിടെ, അളീനും നിച്ചും. നമ്മളെ വെൽക്കം ചെയ്യാൻ വേറൊരാള്. അപ്പോൾ നമ്മൾ എത്തിയിട്ടോ. ടെമ്പിളിനെ വലം വെച്ചിട്ട് വേണം ഫ്രണ്ടിലേക്ക്. കണ്ടു, ടെമ്പിളിനെ വലം വെച്ചിട്ട് വേണം നമ്മൾ ടെമ്പിളിന്റെ ഫ്രണ്ട് വശത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ടെമ്പിളിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സ്റ്റോണ് കാർവ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് ഇതാ ഈ സ്റ്റോണില്ലേ സുബേട്ടാ, ഈ സ്റ്റോണിന്റെ അകത്താണ് കാർവ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഹനുമാന്റെ പ്രതിഷ്ഠ. ഇതിന്റെ മറുവശത്താണ് ഹനുമാന്റെ പ്രതിഷ്ഠ. എന്നാലും ഉള്ളിലേക്ക് വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. സോ പോയി കണ്ടിട്ട് വരാം. ഹേ ഗൈസ്, ഹലോ. അകത്ത് ആഞ്ജനേയൻ്റെ വിഗ്രഹം കണ്ടു, പിന്നെ ആഞ്ജനേയൻ്റെ അമ്മയുടെ അഞ്ജനാദേവിയുടെ വിഗ്രഹം കണ്ടു. പിന്നെ നമ്മൾ രാമേശ്വരം പോയപ്പോൾ കാണാൻ പറ്റാഞ്ഞൊരു സാധനമില്ലേ, രാമസേതു ഉണ്ടാക്കിയ ആ സ്റ്റോണ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ റൂള് കാരണം എടുത്ത് മാറ്റി എന്ന് പറഞ്ഞില്ലേ, രാമസേതു ഉണ്ടാക്കാൻ വെള്ളത്തിൽ പൊന്തിക്കെടുക്കുന്ന ആ സ്റ്റോണ് അതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ആ സംഭവം രാമേശ്വരത്തിന് കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി. ആൻഡ് ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ ഇരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാനാകുന്നു പുറകിൽ. സൂര്യാസ്തമയം കഴിയുമ്പോൾ നമ്മളിവിടുന്ന് പതുക്കെ ഇറങ്ങും. അത് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ആഞ്ജനേയൻ്റെ ടെമ്പിൾ കണ്ടിട്ടില്ല. അയ്യോ 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 അയ്യോ, കുരങ്ങൻ കുട്ടീനെ പേടിപ്പിച്ച് കുരങ്ങൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. കുരങ്ങൻ സീനാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ആഞ്ജനേയൻ്റെ വിഗ്രഹം കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കല്ലോട് കൂടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അത് വേറെ ഒരു സ്ഥലത്തും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലേ അത്. ടെമ്പിളിനോട് ചേർന്നിട്ട് ഇവിടെ വേറൊരു സംഭവം. ഇത് എന്താ സംഭവം? വെറുതെ ഒരു മലയാവില്ലേ? ഇത് കുറച്ച് ഡേഞ്ചറസ് പരിപാടി കേട്ടോ. നോക്കിയേ, എൻ്റെ അടിയിലേക്കൊക്കെ എൻ്റെ അടിയിലേക്കൊക്കെ കാല് തെറ്റി വീണാ പിന്നെ അത് തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. 6:15 സൺസെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിയപ്പോൾ 5:45 അപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ആഞ്ജനേയൻ്റെ ടെമ്പിളിൻ്റെ അടുത്തിരുന്നിട്ട് നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ഏരിയൽ വ്യൂവും അതോടൊപ്പം ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും. സോ ആഞ്ജനാദ്രി ഹില്ല് കയറുക എന്നുള്ള ആഗ്രഹം, ആഞ്ജനാദ്രി ഹില്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് സൺസെറ്റ് കാണുക എന്നുള്ള ആഗ്രഹം നമ്മളങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പതുക്കെ താഴെ ഇറങ്ങാം. ആകെ ഒരു അരമണിക്കൂർ മാക്സിമം എടുക്കുള്ളൂ കേട്ടോ ഈ 575 സ്റ്റെപ്പ് കയറി വരാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ മേലേക്ക്, അരമണിക്കൂർ താഴേക്ക്, അതാണ് കണക്ക്. പക്ഷേ നമ്മൾ സൺസെറ്റിൻ്റെ സമയത്ത് കയറിയത് കാരണം നമ്മൾ സൺസെറ്റ് തീരുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചിറങ്ങാൻ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് പോലും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം എത്ര ടാസ്ക് ഇല്ലല്ലോ ഇറങ്ങാൻ. നമ്മൾ എത്രാമത്തെ സ്റ്റെപ്പ് എത്തി എന്ന് ചോദിച്ചാൽ അതാ സ്റ്റെപ്പ് 149. ഇനി ഒരു 148 സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മൾ താഴെ എത്തും. എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ. മേലെ വെള്ളമൊന്നുമില്ല. സോ നിങ്ങൾ ഇപ്പോൾ മേലേക്ക് പോകുന്നവർ വെള്ളം വേണമെങ്കിൽ വെള്ളം കയ്യിൽ കരുതുക. കാരണം അവിടുത്തെ വെള്ളം അത്ര അങ്ങോട്ട് പോരാ, ഒരു ഗുണമില്ല, കുടിക്കാൻ തോന്നില്ല. ഫിൽറ്ററൊക്കെ ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് പോരാ. സോ ഒരു 2 കുപ്പി വെള്ളമൊക്കെ ആയിട്ട് മേലേക്ക് കയറുകയാണെങ്കിൽ നല്ലതായിരിക്കും. എത്തി ഗൈസ്, നമ്മളുടെ സ്റ്റേയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ താമസ സ്ഥലമാണ് കേട്ടോ ഇത്. ദിസ് ഈസ് മൗഗ്ലീസ് ഐലൻഡ്. നമ്മുടെ ഹിപ്പി ഐലൻഡിനോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ ഹിപ്പി ഐലൻഡിൻ്റെ ആ ഒരു സൈഡില്ലേ, അവിടെയാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. ഞങ്ങൾ ലഗേജ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറാം. ഇത്തവണ നമ്മൾ വില്ലയെല്ലാം എടുത്തിട്ടുള്ളത് ഡോർമെട്രിയാണ്. ഡോർമെട്രി എന്ന് പറയുമ്പോൾ ഇത് ഹനുമാനെ കണ്ടിട്ടേ, ഹനുമാൻ മല പൊക്കിയ പോലെ
എല്ലാ സാധനവും പൊക്കിയിട്ട് വരാം. നോക്കിക്കേ 10 ബങ്ക് ബെഡ് ഉണ്ട്. അതില് 9 നമ്മൾ ബുക്ക് ചെയ്തു. ഏത് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതാ. അതിൽ നമ്മൾ 9 ബുക്ക് ചെയ്തു. ഇനി ഇതിൽ വേറെ ഒന്നിനായിട്ട് ഒരാളും വരില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തം നമുക്ക് തന്നെ. ഇത് നമ്മൾ ബുക്ക് ചെയ്തത് 9 പേർക്ക് 6000 രൂപയ്ക്കാണ്. 5000 ആയിരുന്നു ആക്ച്വലി. ഇത് നാളെ നൈറ്റിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷിഫ്റ്റ് ചെയ്തു, നാളത്തെ മാറ്റിയിട്ട് ഇന്നേക്ക് ആക്കി. അപ്പോൾ 5000 മാറിയിട്ട് 1000 കൂടി. കാരണം നാളെ മൺഡേ, ഇന്ന് വീക്കെൻഡ് അല്ലേ, വീക്കെൻഡ് ആയതുകൊണ്ട് 1000 രൂപ കൂടി. സോ 6000 ഇത് വളരെ വളരെ അടിപൊളി ഐറ്റം അല്ലേ. ഇതിനൊരു ബാൽക്കണി ഉണ്ട്, ടേബിളും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആകെയുള്ള പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. AC ഇല്ല കേട്ടോ. രാത്രി 18 ഡിഗ്രി വരെ പോകുന്നതുകൊണ്ട് AC യുടെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. താഴെ കിടക്കുന്ന ആൾക്ക് അത്ര കാറ്റ് കിട്ടില്ല, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒറ്റ ബാത്റൂമേ ഉള്ളൂ. ഇതാണ് ബാത്റൂം. വിശാലമായ ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂമാണ്. പക്ഷേ ഒന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളെ അടച്ചു പോയോ? ബാഗ് വയ്ക്കാം. വിശാലമായ ഒരു ബാൽക്കണി, 2 ആഷ്ട്രേസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടു നൈറ്റ്. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഒക്കെ ഒരു ഷാക്ക് സെറ്റപ്പ് ആട്ടോ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. വൈബ് സ്ഥലമല്ലേ, ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് ഫുൾ മജ്ലിസ് ആണ്. മജ്ലിസ് ഉണ്ടോ? നമ്മുടെ അവിടെ 1-2 മജ്ലിസൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഒരു ഹോട്ടലിൽ. പക്ഷെ ഇവിടെ ഫുള്ള് മജ്ലിസാണ്. ഫുഡും കിട്ടും, പിന്നെ ചെറിയ രീതിയിൽ ബിയർ ആൻഡ് വൈൻ പാർലർ, അങ്ങനെ ഒരു സെറ്റപ്പും കൂടിയാണ്. ഒരു ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു വൈബ്. സോ നമ്മളും ഒരു മജ്ലിസ് എടുത്തു കേട്ടോ. ഇത്തിരി കോസ്റ്റ്ലിയാണ്, ആസ് യൂഷ്വൽ ഇങ്ങനത്തെ ഏരിയ ആണല്ലോ. ഒരു 3 വെജ് ഫ്രൈഡ് റൈസ്, തന്തൂർ റൊട്ടി, പിന്നെ ചിക്കൻ ഐറ്റംസ്. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംമാതിരി മജ്ലിസിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10:30, 11 മണിയാകുമ്പോഴേക്കെല്ലാം ക്ലോസ് ചെയ്യും. സോ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. നാളെ നമുക്കിനി വിരൂപക്ഷ ടെമ്പിളും വിത്താര ടെമ്പിളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണം. പിന്നെ വിരൂപക്ഷ ടെമ്പിളിൻ്റെ അടുത്തൊരു മാത്തങ്ക ഹില്ലുണ്ട്, അത് കാണണം. എന്ന് രാവിലെ കാണിച്ചില്ലേ? അപ്പോൾ അതൊക്കെ നാളത്തെ പരിപാടികളാണ്. സോ ലോട്ടസ് മഹൽ കാണണം. അപ്പോൾ ആ വക സംഭവങ്ങളൊക്കെ കാണണം. പിന്നെ ക്വീൻസ് ബാത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങളിന്ന് കാണുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പാർട്ട് 2 മറ്റന്നാളാണ് കാണാൻ പോകുന്നത്. സോ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. പിന്നെ ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് ശുഭേട്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേട്ടാ. ഗുഡ് നൈറ്റ് പൊന്നു. ഗുഡ് നൈറ്റ് അച്ചു. ഗുഡ് നൈറ്റ് അളിയ. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും പറയാട്ടോ? ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് പാർട്ട് 2 അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. എടാ ഞാൻ ഇറങ്ങിയിട്ട് നീ ഇറങ്ങിയ, നീ പേടിക്കണ്ട. വാ എടാ ഇറക്കിക്കോടെ.